മാജിക്കൽ ഡിസ്കവറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് ത്രീ കിങ്സ് ചർച്ച് എന്ന ഗോവയിലെ വൺ ഓഫ് ദ ഹോണ്ടഡ് ചർച്ചാണ്. മഡ്ഗാവ് ടു ഈ ചർച്ചിലോട്ടുള്ള ഡിസ്റ്റൻസ് ഏകദേശം 20 കിലോമീറ്റർ ആണ്. പഞ്ചിം ടു ചർച്ച് ഡിസ്റ്റൻസ് ഏകദേശം 27 കിലോമീറ്റർ ആണ്. ഈ ചർച്ചിൻ്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. അത് ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മളിതവിടെ ചർച്ചിലോട്ട് കയറാൻ പോവാണ്. കുറച്ച് സ്റ്റെപ്സൊക്കെ ഉണ്ട്. കുറച്ച് സ്റ്റെപ്സ് കയറിയിട്ടാണ് നമ്മൾ ഈ ചർച്ചിലോട്ട് പോവേണ്ടത്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. സംഭവം ഹോണ്ടഡ് ചർച്ച് ആണെങ്കിലും നിറയെ ടൂറിസ്റ്റുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൊറോണ ആയിട്ട് പോലും ഇപ്പോഴും നിറയെ ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഈ പള്ളിയുടെ ഉള്ളിൽ നിന്ന് അലർച്ചയും മറ്റ് ശബ്ദങ്ങളും കേൾക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഈ പരിസരത്തോട്ട് ആരും പോകാറില്ല. ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റിയിലെ അംഗങ്ങൾ വന്ന് റിസർച്ച് നടത്തുകയും ഇവിടെ സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. അപ്പോൾ നമുക്ക് ആ സ്റ്റോറി എന്താണെന്ന് നോക്കാം. ഇവിടെ പണ്ട് 3 പോർച്ചുഗീസ് രാജാക്കന്മാരുണ്ടായിരുന്നു. അവർ 3 പേരും കൂടെയായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. അതിൽ ഒരു രാജാവിന് അധികാരമോഹത്തിൻ്റെ പേരിൽ മറ്റ് 2 രാജാക്കന്മാരോട് അസൂയ തോന്നുകയും അവരെ കൊലപ്പെടുത്തിയാൽ അവരുടെ അധീനതയിലുള്ള സ്ഥലം കൂടെ തൻ്റെ അധീനതയിലാകുമെന്ന് കരുതി മറ്റ് 2 രാജാക്കന്മാരെയും ഡിന്നറിനായി ക്ഷണിച്ചു വരുത്തുകയും അവരുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തുകയും ചെയ്തു. ഭക്ഷണം കഴിച്ച മറ്റ് 2 രാജാക്കന്മാരും സ്പോട്ടിൽ തന്നെ അവിടെ മരിക്കുകയും ചെയ്തു. അന്നൊരു ജനുവരി 6 ആയിരുന്നു. പക്ഷേ മരിച്ച ഒരു രാജാവിൻ്റെ ഭടൻ ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. അയാൾ ചെന്ന് നാട്ടുകാരെ വിവരം അറിയിക്കുകയും നാട്ടുകാർ കൂട്ടത്തോടെ വന്ന് കല്ലെറിയാനും ബഹളം വയ്ക്കാനും തുടങ്ങിയതോടെ പേടിച്ച രാജാവ് അതേ വിഷം കലർത്തിയ ഭക്ഷണം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു.
ശേഷം നാട്ടുകാർ ഈ 3 പേരെയും ആ ചർച്ചിൽ തന്നെ അടക്കം ചെയ്യുകയും ചെയ്തു. ഈ രാജാക്കന്മാർക്ക് ഇപ്പോഴും മോക്ഷം കിട്ടാതെ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.